തൃശ്ശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കാൻ ആകില്ല എന്ന് പോലീസ്. തൃശ്ശൂരിൽ വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ട TN പ്രതാപനാണ് പരാതി നൽകിയത്. കേസെടുക്കാനുള്ള തെളിവുകളോ രേഖകളോ ഇല്ല എന്ന് പോലീസ് അറിയിച്ചു. പ്രതാപനെ പോലീസ് ഇക്കാര്യം നേരിട്ട് അറിയിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി സാനു കെ സജീവ് തുടരുന്നു. സാനു, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെയാണ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നത്. തൃശ്ശൂരിലെ മുൻ MP ആയിട്ടുള്ള TN പ്രതാപനാണ് ഇക്കാര്യത്തിൽ പരാതി നൽകിയത്. പക്ഷേ ഇക്കാര്യത്തിൽ കേസെടുക്കാനാവില്ല എന്നുള്ള കൃത്യമായ വിവരം പോലീസ് പ്രതാപനെ അറിയിച്ചിരിക്കുന്നു. മറ്റ് വിശദാംശങ്ങൾ സാനു. വിനോദ്, എന്തായാലും ഈ തൃശ്ശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന വ്യാജ ആരോപണങ്ങളുടെ കുന്തമുന ഒടിച്ചിരിക്കുകയാണ് പോലീസ്. അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തെളിവുകളും ഈ കോൺഗ്രസിനും ഒപ്പം തന്നെ TN പ്രതാപിന്റെ ടീമിനും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് തള്ളുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവി തന്നെ TN പ്രതാപിനെയും ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. അതായത് TN പ്രതാപനൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന കുറേ കിംവദന്തികളും അതേപോലെ തന്നെ മറ്റ് തെളിവുകളും ഒക്കെയാണെന്ന് പറഞ്ഞ് ചില പേപ്പറുകളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഏതാനും ദിവസത്തേക്ക് വാർത്തകളൊക്കെ തൃശ്ശൂർ കേന്ദ്രീകരിക്കുന്ന നിലയിലേക്കൊക്കെ മാറിയിരുന്നു. അതായത് തൃശ്ശൂരിലെ BJPയുടെ വിജയവും ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ ആധികാരികമായിട്ടുള്ള വിജയത്തിൻ്റെയും മാറ്റു കുറയ്ക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതൃത്വം കണ്ടെത്തിയ വഴിയിലൂടെ തന്നെ TN പ്രതാപൻ സഞ്ചരിച്ചു. എന്തായാലും ആ സഞ്ചരിച്ച പാത തന്നെ പോലീസ് അടച്ചിരിക്കുകയാണ്. അതായത് TN പ്രതാപനും കോൺഗ്രസ് നേതൃത്വത്തിനും ഈ വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തെളിവുകളും പോലീസിന് കൈമാറാൻ സാധിച്ചിട്ടില്ല. ജില്ലാ പോലീസ് മേധാവിക്ക് കേവലം ഒരു പരാതി കൊടുത്തു. ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് ജില്ലാ പോലീസ് മേധാവി R ഇളങ്കോ അന്ന് തന്നെ ഉത്തരവിട്ടിരുന്നു. അതിന് ACP അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ആ വിഷയത്തിൽ അന്വേഷണം നടത്തുകയും എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ സാധൂകരിക്കുന്ന ഒരു തെളിവുകളും കോൺഗ്രസിന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. TN പ്രതാപന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. ഇതോടുകൂടിയാണ് ഈ കേസ് തന്നെ നിലനിൽക്കില്ല, അത് തള്ളുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവി തന്നെ അന്വേഷണ സംഘം തന്നെ കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് TN പ്രതാപൻ കോടതിയെ സമീപിക്കുമെന്ന് അല്പം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സുപ്രധാന വിവരം, ഈ ഒരു കേസ് തള്ളിയാൽ അന്ന് തന്നെ TN പ്രതാപനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് BJP അറിയിച്ചിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ നിയമ നടപടികളുമായിട്ട് അടിയന്തരമായി BJP മുന്നോട്ട് പോകും. TN പ്രതാപനെതിരെ മാനനഷ്ട കേസ് പോലും കൊടുക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വിനോദ്, തീർച്ചയായും തൃശ്ശൂരിലെ വോട്ടർ പട്ടിക വിവാദവുമായി ബന്ധപ്പെട്ട് TN പ്രതാപൻ പോലീസിന് നൽകിയ പരാതിയിൽ കൃത്യമായി തെളിവില്ല. അതുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കാനാവില്ല എന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്.